ഒറ്റത്തെ കിളിക്കൂട്ടിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ പ്ലാൻ അത്ര വിജയിക്കുന്നില്ല കേട്ടോ. അതായത് നമ്മുടെ സുധീഷിനെയും നിധിയെയും ഒരു വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന നമ്മുടെ സുഭാഷ് ഏട്ടനെ കാണാം. പക്ഷേ നിധിയാണെങ്കിൽ ആ സമയം പറയുന്നുണ്ട്, എന്തൊരു പൊട്ടത്തരമായ ചിന്താഗതിയാണ് സുഭാഷ് ഏട്ടനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാവരും എന്തിനാ പോകുന്നത്? എന്നിട്ട് ഞാൻ ഈ കണ്ടാമൃഗത്തിൻ്റെ കൂടെ താമസിക്കാനോ? അതിനും ഭേദം ഞാനും നിങ്ങളുടെ കൂടെ വന്ന് മാറി താമസിക്കുന്നതാണ്. ഇയാളെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്തിയാലും കുഴപ്പമില്ല, ഞാൻ ഇയാളുടെ കൂടെ എന്തായാലും താമസിക്കില്ല എന്ന് നിധി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ സുധീഷാണെങ്കിൽ സുഭാഷ് ഏട്ടനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും സുഭാഷ് ഏട്ടന് സന്തോഷമായല്ലോ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യമൊന്നും നിധിയുടെ അടുത്ത് വന്ന് പറയണ്ടാന്ന്. വെറുതെ ഓരോ പൊട്ട ഐഡിയയും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ച് നമ്മുടെ സുധീഷാണെങ്കിൽ സുഭാഷിനോട് ദേഷ്യപ്പെടാനായിട്ട് ഒരുങ്ങുന്നത് കാണാം. നമ്മുടെ നിധി തന്നെ പറയുന്നുണ്ട്, കഴുതയാവല്ലേ സുഭാഷ് ഏട്ടാ എന്ന്. ഇതേ സമയമാണെങ്കിൽ സുധീഷും അത് തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ.